അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് ഖുദ് ബിഅയ്ദീനാ ഖല്ലത്ത് ഹീലത്തുനാ അദ്രിക്നാ വആലി കുല്ലിൻ വസ്വഹാബത്തി അജ്മഈൻ. ഏറ്റവും സ്നേഹാദരണീയരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു ജല്ല ജലാലു നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവും സാമൂഹികവുമായ മുഴുവൻ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഇടുക്കങ്ങൾക്കും തിടുക്കങ്ങൾക്കും പരിപൂർണമായ പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നജസ് കൊണ്ട് ചികിത്സിക്കാൻ പറ്റുമോ? ചികിത്സ വ്യത്യസ്ത രീതിയിലുള്ള ചികിത്സകളുണ്ട്. ഈ ചികിത്സയിൽ ചിലപ്പോൾ ചില ആളുകൾ ചില രോഗത്തിന് നിശ്ചയിക്കുന്ന മരുന്നുകൾ നജസുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് ഉപയോഗിക്കൽ ഹറാമാകുന്ന അവസ്ഥയും ഹലാലാകുന്ന അവസ്ഥയും ഉണ്ട്. എപ്പോഴാണ് ഇങ്ങനെ നജസുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കൽ ഹറാമാകുന്നത് എന്ന് നമുക്ക് നോക്കാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, എൻ്റെ സമുദായത്തിൻ്റെ രോഗശമനം ഹറാമായ വസ്തുക്കളിൽ നിശ്ചയിച്ചിട്ടില്ല എന്ന്. ലം യജ്അൽ ശിഫാഉ ഉമ്മത്തി ഫീമാ ഹുർരിമ അലൈഹ. ഇതിൻ്റെ വ്യാഖ്യാനം മുന്തിരി കള്ളുകൊണ്ടുള്ള ചികിത്സയാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുന്തിരിക്കള്ള് കൊണ്ടും അതല്ലാത്ത മറ്റ് ഏതൊരു നജസ് കൊണ്ടും ചികിത്സിക്കൽ ഹറാമാണ്. എപ്പോൾ അതിന് തത്തുല്യമായ നജസുമായി ബന്ധപ്പെട്ടാതെ ഔഷധങ്ങൾ നമുക്ക് ലഭിക്കും എന്നുണ്ടെങ്കിൽ. അപ്പോൾ നജസുമായി ബന്ധപ്പെടാത്ത ഔഷധങ്ങൾ നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ലഭ്യമായിട്ടും നജസ് ആയിട്ടുള്ള മെഡിസിൻ മരുന്നുകൾ ഉപയോഗിക്കൽ ഹറാമാണ് എന്നാണ് ഫുഖഹാക്കൾ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മാനദണ്ഡം ശുദ്ധമായ നജസുമായി ബന്ധപ്പെട്ടതല്ലാത്ത മരുന്നുകൾ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അങ്ങനെ ലഭിച്ചിട്ടില്ലെങ്കിൽ, ഒരാൾ ഈ നജസായിട്ടുള്ള മരുന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ അയാൾ അപകടം പിണയും എന്നുണ്ട്. എന്നാൽ അവിടെ അയാൾക്ക് അങ്ങനെ ചെയ്യാം. അതേസമയത്ത് കള്ള് പോലുള്ള വസ്തുക്കൾ, അതിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന വസ്തുക്കളിൽ ഉള്ള കാലത്തോളം അത് നാം ഒരിക്കലും മരുന്നായിട്ട് മെഡിസിനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നത്. ശർവാനിൽ 1796 ഈ സംഭവം വിശദമായി തന്നെ നമുക്ക് ഗ്രഹിക്കാവുന്നതാണ്. നജസി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാള് കയ്യിലെ മരുന്ന് നജസുമായി കലർന്നു. നേരത്തെ നജസല്ല, പക്ഷെ ആ മരുന്ന് നജസുമായി കലർന്നു. എന്നാൽ ആ നജസുമായി കലർന്ന ആ മരുന്ന് ശുദ്ധിയാവണമെങ്കിൽ പൂർണ്ണമായും നാം അത് കഴുകി സോപ്പോ മറ്റോ ഉപയോഗിച്ച് കഴുകി അതിൻ്റെ വാസനയും നിറവും രുചിയുമെല്ലാം നീങ്ങിയാൽ മാത്രമേ അത് ശുദ്ധിയാവുകയുള്ളൂ എന്നുകൂടി നാം മനസ്സിലാക്കുക. ഇനി രുചി അവശേഷിച്ചാൽ അത് വൃത്തിയാകുന്നത് വരെ നാം കഴുകേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിറം, വാസന ഇവയിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് അവശേഷിച്ചാൽ നാം കഴുകിയിട്ടും അവശേഷിക്കുകയാണെങ്കിലാണ് അത് വിരോധമില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നജസിൻ്റെ കാര്യം വളരെ ഗൗരവമുള്ളതായതുകൊണ്ട് തന്നെ നജസ് നിസ്കാര സമയത്ത് നീക്കൽ നിർബന്ധവും മറ്റു സമയത്ത് നജസുമായി പുരളാതിരിക്കൽ അത് ശ്രദ്ധിക്കേണ്ടതുമാണ് എന്നാണ് പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു പൂർവസൂരികായ മഹത്തുക്കളുടെ ബറക്കത്ത് കൊണ്ട് നജസോടുകൂടി ഇബാദത്തും മറ്റു കാര്യങ്ങളും ചെയ്യേണ്ട അവസ്ഥയിൽ നിന്ന് മരിക്കും വരെ പൂർണ്ണമായ
ഓർമ്മയും ബോധവും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. മരണം വരെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.